ചേട്ടാ ഇതാര്? അയ്യോ പൊന്നപ്പച്ചി വയ്യ. വിളിച്ച് പറഞ്ഞിട്ട് നീ വരണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞാരും അറിഞ്ഞില്ലേ? നീ ശിവനോട് പറഞ്ഞായിരുന്നോ? ഓ, എന്നോട് അവൻ പറഞ്ഞൊന്നുമില്ല. ആ കൊള്ളാം. എന്റെ പൊന്നപ്പച്ചി എനിക്ക് വയ്യ, എന്തൊരു ചൂടാണ് പുറത്ത്. എനിക്ക് നീ അകത്തോട്ട് വാ, ഞാൻ വല്ലതും കുടിക്കാൻ എടുക്കാം. അങ്ങനെ വല്ലതും കുടിക്കാൻ എടുത്താ പോരാ, നല്ല കനത്തിൽ തന്നെ എടുക്കാം, നല്ല ക്വാണ്ടിറ്റി വേണം. അങ്ങനെയാണല്ലേ, ഞാൻ ഇവിടുത്തെ ടാപ്പ് നിനക്ക് തുറന്നു തരട്ടെ. അതാകുമ്പോ ഇഷ്ടംപോലെ വെള്ളം നിനക്ക് കുടിക്കാമല്ലോ. ആവശ്യം കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്താൽ മതി. കൊള്ളാം. തമാശയ്ക്ക് ഒരു മാറ്റമില്ല, പഴയ നിലവാരം തന്നെ. ബോഡി ആടുന്നു. ബാ അതോട്ട് വാ. ആ കാർഡ്ബോർഡ് ബോക്സിനകത്ത് എന്താടി? അയ്യോ അത് ഞാൻ മറന്നു. അതെ, എന്റെ ഒരേ ഒരു നാത്തൂന്റെ വയറ് കാണാനേ അമ്മ തന്നു വിട്ട. അതിന് നിന്റെ അമ്മ ലണ്ടനിൽ പോയിരിക്കല്ലേ, പിന്നെ ആരാ ഇതെല്ലാം ഉണ്ടാക്കി? എന്റെ പൊന്നപ്പച്ചി ഞാൻ അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞാൽ മതി. അതല്ലേ നിന്നോട് അകത്തോട്ട് വരാൻ പറഞ്ഞേ. വാ ഇതെല്ലാം. അയ്യോ അപ്പച്ചി എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്താടി? എനിക്ക് ഇനി ഇത് ചുമക്കാൻ വയ്യ. പിന്നെ ഞാൻ ചുമക്കണോ? അങ്ങനെയല്ല, പിള്ളേരെ വിളിച്ചാൽ മതി. ആ ശംഭു, ആമി, ശംഭുവേ. ഇതാരിത്? വണ്ണേന്റെ ഉള്ളിൽ കാത്തു ചേച്ചിയാ? നീ ഇതെല്ലാം ഒന്ന് എടുത്ത് അകത്ത് വെക്കേ. കാത്തു ഞാൻ നിനക്ക് എല്ലാം കുടിക്കാൻ എടുക്കാം. നാരങ്ങാവെള്ളം മതിയോ? മതി. എട്. ഇതാ പിന്നെ ചേച്ചി ചേച്ചി ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും പഴയ ഫാഷൻ തന്നെയല്ലേ ഇപ്പോഴും? നിന്നെ വിളിച്ചതേ ഇതെടുക്കാനാണ്, എന്നെ എടുക്കാനല്ല. ഇത് ഭയങ്കര കനമുണ്ടല്ലോ, നല്ല മണമുണ്ട്. കൂതി വിടാതെ ഇറക്കാം. നട അങ്ങോട്ട്. ചേച്ചി ചേച്ചി വെളുത്തി തൊടുത്ത് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. തന്നെ നീ വെളുത്തൊടുത്ത് സുന്ദരിയായിട്ടുണ്ട്. നട നട. മതി, ഇത് ഭയങ്കര വെയിറ്റ്. ചേച്ചി നീ വന്നോ? എടി ശിവേട്ടൻ ഇപ്പൊ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ നീ എത്തിയില്ല എന്ന് പറഞ്ഞു വെച്ചേ ഉള്ളൂ. പിന്നെ ഭയങ്കര സ്നേഹമായിരുന്നെങ്കിലേ എന്നെ ആദ്യം വിളിക്കണമല്ലോ. അറ്റ്ലീസ്റ്റ് ആ ജംഗ്ഷൻ വരെയെങ്കിലും ഒന്ന് വരണ്ടേ? എടി അത് ശിവേട്ടൻ അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ടി വന്നോണ്ടല്ലേ, അല്ലെങ്കിൽ വരൂലേ? പിന്നെ എങ്ങനെയുണ്ട് ഇപ്പം? നീ തന്നെ വന്ന് തൊട്ട് നോക്കുക. അപ്പോ ക്രിസ്മസ് അപ്പൂന്റെ വയറ് പോലെ ആയല്ലേ? സത്യം, ഒരു മീശ താടിക്കൊണ്ടുണ്ടെങ്കിൽ കറക്റ്റ് ക്രിസ്മസ് അപ്പൊ അല്ലേ ചേച്ചി? അവൾ ആരെങ്കിലും പറയുന്നത് ഏറ്റുപിടിക്കാനിരിക്കോ ഇവിടെ? നീ എന്താണ് ഈ പെട്ടിയും കൊണ്ടൊക്കെ നിക്കുന്നേ? നീ ഇതുവരെ താഴെ ഇറക്കിയില്ല ഇത്? ചേച്ചി പറയണ്ടേ? ഇവിടെ അയ്യോ അങ്ങോട്ട്. നീ അങ്ങോട്ട് നീങ്ങ്, എന്റെ മണ്ടക്കോട്ട് വെക്കാതെ. എന്തുവാടി ഇത്? അതെ, അമ്മ ലണ്ടനിൽ കിടന്ന് ഭയങ്കര ബഹളം. പൈങ്കിളി കണ്ടേ പറ്റുള്ളൂ, പൈങ്കിളിയുടെ വയറ് കാണണം, പൈങ്കിളി അങ്ങോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ. ലണ്ടനിലോട്ടോ? ലണ്ടനിലോട്ടല്ല, പിന്നെ തേങ്ങാപ്പട്ടണത്തിലോട്ട്. പ്രസവം അവിടെ വെച്ച് നടത്തണമെന്നാണ് അമ്മ പറയണം. പിന്നെ ഞാനും അച്ഛനും കൂടെ കൈയും കാലും പിടിച്ചിട്ടാണ് ഈ കാർബോർഡിൽ ഒതുക്കിയത്. താങ്ക്സ് എടി. ഇത് മൊത്തം പലഹാരങ്ങളാണല്ലേ? ഓ, അത് കൈയിട്ട് ചീത്തയാക്കാതെ എല്ലാവർക്കും കഴിക്കേണ്ടല്ലേ? ചുമ്മാ ഇരി രണ്ടെണ്ണം കൂടെ. എന്ത് കഷ്ടം. ഇത് എവിടുന്ന് വാങ്ങിച്ചടി? ഇത് വാങ്ങിച്ചതാ, ഇത് ഉണ്ടാക്കിച്ചതാണ്. ആരെ കൊണ്ട് ഉണ്ടാക്കിച്ചു? നമ്മളെ വീടിന്റെ അപ്പുറത്തുള്ള അമ്മാള് മാമിയില്ലേ, ആ പുള്ളിക്കാരി കൊണ്ട് ഉണ്ടാക്കിച്ചു. പാവം, അവർക്ക് വയ്യാതിരിക്കുമല്ലോ ഇടി. അവര് വയ്യാതിരിക്കുക, പക്ഷെ ആവശ്യക്കാർക്കൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആണോ? സ്പെഷ്യലാണ് അമ്മാള് വൈറ്റ് പൊങ്കൽസ്. എന്ത്? അമ്മാള് വൈറ്റ് പൊങ്കൽസ് ഉണ്ടല്ലേ? എല്ലാം ഒറ്റയ്ക്ക് നിന്ന് തീർക്കാതെ ഇതുകൊണ്ട് അമ്മയുടെ കൈ കൊടുക്കുക. അമ്മ അത് വീതം വെച്ച് എല്ലാവർക്കും തരും. തരും. പിന്നെ അല്ലാതെ എല്ലാം കൂടെ ഒറ്റയ്ക്ക് അമ്മ തിന്നോ? പിന്നെ കൊണ്ടോ തരുമെന്ന് പറഞ്ഞില്ലേ? തീർക്കല്ലോ രണ്ടെണ്ണം. അടി ഉണ്ടാക്കല്ലേ. അതിരിക്കട്ടെ, നീ പറ, നിന്റെ വിശേഷങ്ങളൊക്കെ പറ. എങ്ങനെയുണ്ട് നിന്റെ ജോലിയൊക്കെ? ഒന്നും പറയണ്ടേ ചേച്ചി, ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് ഈ ഓണം കയറാൻ മൂലം നിന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നിനക്കറിയാം നിന്റെ നാട് ഒരു ഓണം കയറാൻ മൂലയാന്നല്ലേ? അങ്ങനെയല്ല, അങ്ങനെ തന്നെ പറ. എന്താ പ്രശ്നം? എന്താ ചേച്ചി? അവിടെയാണെങ്കിൽ ബ്ലൗസ് മാത്രമേ തയ്ക്കാൻ പറ്റുള്ളൂ. അത് തച്ച് വെച്ച് ഞാൻ മടുത്തു. പിന്നെ അതിന് കുറച്ചെങ്ങാനും ഡിസൈൻ കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ അപ്പ ഇങ്ങോട്ട് ചാടിക്കൊടിച്ചോണ്ട് വരും. ബ്ലൗസ് ഞാൻ വെട്ടി കണ്ടിച്ച് നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. എടി അത് നീ വലിയ ഫാഷൻ ഡിസൈനർ ആയതൊന്നും അവർക്ക് അറിയത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ആ ശരിയാണ്, അവർക്കൊരു ചുക്കും ചുണ്ടാവും പറഞ്ഞോട്ടെ ഈ ഫാഷൻ ഡിസൈനെ പറ്റി. നീ തൽക്കാലം ഇപ്പൊ അവരെ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട. മോള് പോയിട്ട് ഇതൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വല്ലതും പോയി കഴിക്കല്. അയ്യോ അത് ശരിയാണ്, ഞാൻ നാരങ്ങളും കലക്കി വയ്ക്ക് അപ്പച്ചിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ആണോ? ചെല്ലേ, ഞാൻ ബാഗും തൂക്കി എവിടെ പോവാ? നിധി വല്ലതും ഉണ്ടോ അതിനകത്ത്? ഇല്ല. എന്നാ ഇവിടെ പോയി ഇവിടെ ഇരിക്കൂ. ഇല്ല, അത് നടക്കും. നീ വെച്ചിട്ട് പോടി. കുടുംബപരമായിട്ട് ഇവർക്ക് കിട്ടിയതാന്ന് തോന്നി. അഞ്ചു വീട്ട് എന്ത് കാര്യം? ഒന്ന് വീണ് എന്നാലാണ് കേറാൻ പറ്റത്തുള്ളൂ. അയ്യോ, 5 വീണാലൊന്നും കേറാനൊന്നും പറ്റൂല. ഇതാണ് നിന്റെ അടുത്ത് പറഞ്ഞാൽ കളിക്കരുതെന്ന്. കളി അറിഞ്ഞൂടെ? അവന് വലിയ ഡയലോഗ് അടിച്ചു. എടാ ആരാ ചെയ്തത്? ഇതാരാ ചെയ്തേ? ഇനി നീയാണ് അടുത്ത് കളിക്കേണ്ട കളി. ഇത് ഇത്ര ഉള്ളു കേട്ടാ, ഞാൻ കളിക്കട്ടെ. ആരാ ചെയ്തതെന്ന് പറഞ്ഞില്ല, ഞാൻ പാമ്പും കൊണ്ടിയൊക്കെ എടുത്ത് അയ്യത്തളയും. ഇതിപ്പോ ഞങ്ങളല്ല ചെയ്തത്. ഞങ്ങളല്ല ചെയ്തതെന്ന്. പിന്നെ നീ ആയിരിക്കും. പിന്നെ ആരാണ് ചെയ്തത്? നീ അല്ലേ എന്റെ റൂമിൽ കയറുന്ന സ്ഥിരം? നീ കളി
ശംഭു ചേട്ടനല്ല എന്തായാലും. പിന്നെ ആരാ ചെയ്തേന്ന് പറ. ഞാനാണെന്ന് അറിഞ്ഞ സംശയം വിശ്വസിക്കൂ? ആ വിശ്വസിക്കും. എന്നാ ഞാനല്ല. എന്നാ ഞാനല്ലേ? എന്നാ ആരാ പറ. എടാ നീ സംസാരിച്ചോണ്ടിരിക്കാതെ കളിച്ച. ഞാൻ കളിച്ചെടുത്ത ശംഭു ചേട്ടൻ. ഒന്നെങ്കിൽ ആമി അല്ലെങ്കിൽ ശംഭു, ഇതിൽ ആരോ ഒരാളാണ്. എനിക്ക് ആരാന്ന് പറയാൻ എനിക്ക് അവരെ പൈസ മേടിക്കണം. ഇറ്റപ്പ ഞങ്ങളല്ല, ഞങ്ങള് ചിറ്റപ്പന്റെ റൂമിൽ പോലും കയറിയില്ല. പിന്നെ ആരാ ഇതെടുത്ത് ചെയ്തെന്ന് പറ. ചിറ്റപ്പ എത്ര പറഞ്ഞാലും ഞങ്ങളല്ല. അല്ലെങ്കിൽ ചിറ്റപ്പന്റെ പാനത്തിലടിക്കും. കളിക്കണ്ട കൊണ്ടുപോണെന്തിന് പറ. ഇതാരാന്ന് പറ. ചിറ്റപ്പ ഞങ്ങളല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ ആരാടാ ഇത് ചെയ്തത്? നമ്മള് സുമേഷാമിന്റെ റൂമിൽ നമ്മൾ കേറിയിട്ടില്ല. ഇല്ല. സുമേഷാമിന്റെ പാന്റാണ്, നമ്മൾ കീറിയിട്ടും ഇല്ല. ആണോ? നിങ്ങൾ കീറിട്ടില്ല. അമ്മ അമ്മച്ചേ. അച്ചമ്മ ഇവിടെ ഇല്ല. അച്ചമ്മ പുറത്തെങ്ങാണ്ടോ ഇവിടെ ഇല്ല. 2000 രൂപയുടെ പാന്റാ. ലൂക്കോ മത്തായി ബ്രാൻഡ്. ലൂക്കോ മത്തായി? ആ എന്റെ പാന്റിന്റെ ബ്രാൻഡാണ്. ഇത് ആരാ ചെയ്തെന്ന് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. അവനെ മണിച്ചിട്ടായിട്ട് പൂട്ടുകയും ചെയ്യും. പൂട്ടണം. ആ പൂട്ടും. പൂട്ടണം. ആ കളിക്കണ്ട. അയ്യോ, ചിറ്റപ്പ അത് തന്നിട്ട് ഞങ്ങളല്ലെന്ന് പറഞ്ഞില്ലേ? കളി. ഇപ്പൊ എവിടെ ഇരുന്നേ? ഇങ്ങതാ എന്റെ ബ്ലാക്ക് ഇങ്ങതാ. പോയോ? ഞാൻ എന്താ നീ എന്തിനു ചിരിക്കുന്ന? നീയാണ് പിന്നെ കാത്തു ചേച്ചി പണി തുടങ്ങി. കാത്തു ചേച്ചിയല്ലേ അന്നൊരു ദിവസം ചിറ്റപ്പന്റെ പാന്റ് ഷർട്ടും കൂടെ വെട്ടി മറ്റേ ഡിസൈൻ ആക്കി വെച്ചിരുന്നത്. നല്ല ഡിസൈൻ ആക്കി വെച്ചത്. അപ്പൊ കാത്തു ചേച്ചിയാണല്ലേ? പാവോ. കളി തൽക്കാലം ചിറ്റപ്പനോട് പറയണ്ട. ഇത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എന്റേത് എവിടെ ഇരുന്നേ? ഒന്നുകൂടെ കളിച്ചാലോ? ഒന്നുകൂടെ കളിക്കാം.